നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ പരസ്യം പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ടീസർ പുറത്തിറങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വന്നിരിക്കുന്ന ഈ ടീസറിനെ വ്യാപകമായിട്ടുള്ള അഭിനന്ദന പ്രവാഹങ്ങളോടെയാണ് അണികളും ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ടീസറിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിൻ്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിൻ്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. കണ്ടും മിണ്ടിയും രണ്ടുപേർ, ജനങ്ങൾ നെഞ്ചിലേറ്റിയ രണ്ടുപേർ എന്ന ടാഗ് ലൈനോടെയാണ് ഈ പരസ്യം അവസാനിക്കുന്നത്. കണ്ടും മിണ്ടിയും ഇരുവർ എന്നാണ് അഭിമുഖത്തിൻ്റെ ശീർഷകം. മോഹൻലാലിൻ്റെ വളരെ പ്രധാനപ്പെട്ട തമിഴ് സിനിമയായിട്ടുള്ള ഇരുവർ എന്ന ശീർഷകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഭിമുഖ സംഭാഷണത്തിൻ്റെ ടീസറിൻ്റെ ശീർഷകമായി നൽകിയിരിക്കുന്നത്. കണ്ടും മിണ്ടിയും ഇരുവർ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലായിരുന്നു ഈ അഭിമുഖത്തിൻ്റെ ചിത്രീകരണം എന്നത്. 2 ദിവസം കൊണ്ട് ആണ് ക്ലിഫ് ഹൗസിൽ ഈ അഭിമുഖം ചിത്രീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നടൻ മോഹൻലാൽ നടത്തിയ ഈ പ്രത്യേക അഭിമുഖം, അതിൻ്റെ പൂർണ്ണ രൂപം നാളെ വൈകിട്ട് 6:30 മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ഈ അഭിമുഖത്തിൻ്റെ പിന്നിൽ സംവിധായകൻ TK രാജീവ് കുമാർ അടക്കമുള്ള പ്രമുഖരാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ചിത്രീകരണം നടന്നത്. ഇപ്പോൾ ആണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരുന്നതും മറ്റും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആധുനികമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ചിത്രീകരണമാണ്. ഇന്നലെ സഭാ നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രി ചിത്രീകരണം പൂർത്തിയാക്കുകയായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹൃദയനും രസികനുമായ ഒരു കലാസ്വാദകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ചിത്രത്തിലെ മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ആക്ഷൻ ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിയെ ഇവിടെ കാണാൻ കഴിയും. മോഹൻലാലിൻ്റെ സിനിമകളിലെ ദാസൻ, വിജയൻ കഥാപാത്രങ്ങളെ താൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നതായി പിണറായി വിജയൻ പറയുന്നു അഭിമുഖത്തിൽ. അതേസമയം പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളുടെ വിവരണവും അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നതായുള്ള സൂചനയും അഭിമുഖത്തിൽ ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചലച്ചിത്ര താരം നവ്യ നായർ നടത്തിയ അഭിമുഖവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താടി വച്ചതിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ മുഖം വിശദമായി അനാവൃതമാകുന്ന അഭിമുഖം എന്നുള്ള നിലയിൽ അണികളും ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് പൂർണ്ണമായ അഭിമുഖത്തെ കാത്തിരിക്കുന്നത്. അതേസമയം നമുക്ക് ഈ ബുദ്ധി എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്ന വിചാരത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന നിലയ്ക്കുള്ള കമൻറ്റുകളും പ്രചരിക്കുന്നുണ്ട്. മോഹൻലാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായിട്ടും സമാനമായ ഒരു സംഭാഷണം നടത്തിയ കാര്യവും ഇതോടൊപ്പം ഓർക്കുക.